പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തില് നോമ്പുകാലത്തിന്റെ ഒരു വലിയ ചൈതന്യം നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവേശിപ്പിക്കുകയാണ്. സെബദീപുത്രന്മാരുടെ അമ്മ യേശുവിനെ സമീപിച്ച് ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്റെ ഒരു മകൻ നിന്റെ വലതുവശത്തും മറ്റവൻ നിന്റെ ഇടതുവശത്തും ഇരിക്കണമെന്നുള്ള ആ ഭാഗ്യത്തിന് വേണ്ടിയുള്ള ഒരാവശ്യമായിരുന്നു. ഈശോ അതിന് കൊടുത്തതായ കാര്യം, അതിന് ഞാൻ മുങ്ങുന്ന മാമോദിസ മുങ്ങുവാൻ ഇവർ തയ്യാറാണോ, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ ഇവർ തയ്യാറാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നോമ്പുകാലത്തിന്റെ ഒരു വലിയ ചൈതന്യം അതാ. യേശുവിന്റെ പാനപാത്രം കരങ്ങളിലെടുക്കുവാനും യേശുവിന്റെ മാമോദിസ മുങ്ങുവാനുള്ളതായ ഒരു സന്നദ്ധത നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈശോ അവരുത്തരം പറഞ്ഞത്, ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴേ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ മാമോദിസ മുങ്ങുകയും എന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ വലതുവശത്ത് ഇരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഈശോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് നോമ്പിന്റെ യഥാർത്ഥ ചൈതന്യം. ആ യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത് യേശുവോടുകൂടി ആയിരിക്കുവാനും യേശുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ദാസന്മാരുടെ ദാസനായി തീരുക എന്നുള്ളതാണ്. ഏറ്റവും എളിയവനായി തീരുക എന്നുള്ളതാണ്. ദാസന്മാരുടെ ദാസനായി തീരുവാനും ശുശ്രൂഷകനായി തീരുവാനും ഏറ്റവും അവസാന ഭാഗത്ത് പോയി ഇരിക്കുവാനും സാധിക്കുമെങ്കിൽ അതാണ് ഈ നോമ്പുകാലത്തിന്റെ യഥാർത്ഥ ചൈതന്യം. നോമ്പുകാലം നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നതാണ്, ദൈവമഹത്വത്തിലേക്ക് നയിക്കുന്ന കാലമാണ്. ആ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശോ ഇതാ കാണിച്ചു തരുന്നു, നീ ഏറ്റവും ചെറുതായി തീരാൻ. അത് ചെറുതായിത്തീരുന്ന എങ്ങനെയാണെന്നറിയാമോ? ദാസനെ പോലെ ആയിത്തീർന്ന്. അമ്മ പറയുന്നൊരു വാചകമില്ലേ, കർത്താവായ ദൈവം തന്റെ എളിയ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു എന്ന്. എളിയ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്ത് ആ എളിയ ദാസിയെ ത്രിലോക രാജ്ഞിയായ ദൈവം ഉയർപ്പിക്കുന്നത്, മുടി ചൂടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കുഞ്ഞുമക്കളെ, ഈ നോമ്പുകാലത്തിന്റെ യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ദാസനായി തീരുവാനും എല്ലാവരുടെയും അവസാന ഭാഗത്തായിരിക്കുവാനുള്ളതായ ഒരു വലിയ ക്ഷണമാണ്. അങ്ങനെ താഴേക്ക് 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 വരുംതോറും ദൈവത്തിന്റെ പരിശുദ്ധമായ കരം ഉയർത്തി നമ്മെ മഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. നോമ്പുകാലം മഹത്വത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള വലിയൊരു ക്ഷണമാണ്. ഈശോ പറയുന്നൊരു വചനമുണ്ട്. അതായത് 20-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം പറയുന്നത്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനത്തിനു വേണ്ടി തന്നെ ഒരു ബലിയായി സമർപ്പിക്കുവാനും മോചന ദ്രവ്യമായി കൊടുക്കുവാനും വേണ്ടി തന്നെയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കുഞ്ഞുമക്കളെ, ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് പരിശ്രമിക്കാം. ശുശ്രൂഷിക്കപ്പെടാതെ ശുശ്രൂഷിക്കുവാനും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി മോചന ദ്രവ്യമായി തീരുവാനും പരിശ്രമിക്കാം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.